കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിൻ്റെ എപ്പിസോഡ് 36ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആ ഹൈപ്പ് ബട്ടൺ കൊണ്ടൊന്ന് അമർത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ അത് നിങ്ങൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതേപോലെ നമ്മുടെ കിങ് ഓഫ് ദി ഹെൽ എന്ന് പറഞ്ഞ ബ്രോ നമുക്ക് വീണ്ടും ഇന്നലെ 100 rupees സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട് ബ്രോ. പല തവണ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഒരു ഹൃദയം എന്ന് പറഞ്ഞ താങ്ക്സ് തന്നെ ഞാൻ ബ്രോയ്ക്ക് വേണ്ടി നൽകുവാണ്. എന്തായാലും ഇനി അധികം ഒന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നിർത്തി അവരെല്ലാവരും ഞെട്ടി തയ്ച്ചു പോയി. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് തൽക്കാലം അക്കാഡമി നേരത്തെ പോകാണ്ട് മേജർലി 2 റീസണുള്ളത്. ഒന്നാമത്തെ കുറച്ചുകൂടെ ആൾക്കാരെ എനിക്ക് റിക്രൂട്ട് ചെയ്യാനുണ്ട്, എൻ്റെ കൂടെ ചേരാനുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പെട്രേച്ച് ഇപ്പോൾ സ്ഥലത്തില്ല. അതിനർത്ഥം ആദ്യമുള്ള 8 എൽഡേഴ്സ് ഇപ്പോൾ കറണ്ട് സ്ഥലത്തില്ലെന്നാണ്. അല്ല മൈലോഡ്, അതിനർത്ഥം ബാക്കിയുള്ള ചീഫൊന്നും ഇവിടെ ഇല്ലെന്നല്ലേ? പക്ഷേ താങ്കൾ എങ്കിലും ഒരു റിസ്ക് അല്ലേ എടുക്കുന്നത്? പേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ലോഡ് മാത്രമല്ല ഇവിടുന്ന് പോകാൻ പോകുന്നത്. വാങ്ങിച്ചാൽ നീയും പോകുന്നുണ്ടോ? ഞാൻ മാത്രമല്ല. ആ സമയത്ത് ഗിയു പറയുകയും ചെയ്യും, ഞാനും നമ്മുടെ ലോണിലൂടെ പോകുന്നുണ്ട്. ഗിയു, ഞാനും അതേപോലെ ലോഡിൻ്റെ കൂടെ പോകുന്നുണ്ട്. ബിഗ് ജി, അപ്പോൾ 5th എക്സാമിഷൻ പാസ്സായ എല്ലാവരും പോകുന്നുണ്ടോ? ആ ടൈമിലാണ് ചാക്സമ്മ പറയുന്നത്, ശരിയാണ്, എനിക്ക് സ്കിൽസ് കുറച്ചുകൂടെ പോകാനുണ്ട്. പക്ഷേ പേടിക്കണ്ട, ഞാൻ നമ്മുടെ ലോഡിനെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും പെട്ടെന്നാണ് അറിഞ്ഞെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും നല്ല ലോയലാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മാർഷൽ ആർട്സ് ഒക്കെ പ്രോഗ്രസ് ചെയ്യണ്ടേ. അതുകൊണ്ട് തൽക്കാലം അക്കാഡമിയിൽ തന്നെ നിന്ന് നിങ്ങളെല്ലാം ഒന്ന് പ്രോഗ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ശരിയാണ്, ഞങ്ങളുടെ ലോഡ് ഞങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും മുന്നിലേക്ക് പോകണം. എന്നാൽ ഈ ഒരു സമയത്തും അത് ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ആലോചിക്കുന്നത്. ശരിയാണ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് സ്ട്രോങ്ങറായി മാറണം. ആ ടൈമിൽ ഒജങ് പറയും ചെയ്യും, അല്ല ഹിയോബോങ്ങിനി അവനിത് സഹിക്കാൻ പറ്റുമോ? പെട്ടെന്നാണ് അവൻ നേരെ തിരിഞ്ഞത്. എന്നിട്ട് പറയും ചെയ്യും, നിങ്ങൾ ആരും പേടിക്കണ്ട, നമ്മുടെ ലോഡിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്താൽ മാത്രം മതി. എന്ത് മൈലോഡ്, എന്നെ വിട്ടു പോവല്ലേ പ്ലീസ്, ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് നേരത്തെ അറിഞ്ഞപ്പോൾ തന്നെ ഹിയോബോങ് നല്ല കരച്ചിലായിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. ഞങ്ങൾ മര്യാദക്കന്നെ വാൺ ചെയ്തതാണ്. അല്ല മൈലോഡ്, അപ്പോൾ ഹിയോബോങ്ങിൻ്റെ കാര്യമോ? അവനെന്തായാലും സ്ട്രോങ്ങർ ആണ്ടേ? തൽക്കാലം അവൻ്റെ കാര്യം നിങ്ങൾ നോക്കിയോളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈയോടെ തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. ഈ സമയത്ത് ഹിയോബോനായിട്ട് എല്ലാവരും പൊതിഞ്ഞ് കെട്ടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രി 8 മണിയാണ്. ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിൻ്റെ ആ ഒരു മാനറാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ പെട്ടെന്നാണ് ഒരുത്തനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ച് പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഇയോണായിരുന്നു. ആരാണ് അവിടെ? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിനക്ക് എന്താണ് വേണ്ടത്? അതേസമയം ഇയോണട്ടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഡൽ പൊക്കിയിട്ട് പറയുകയും ചെയ്യും, പ്ലീസ് എനിക്ക് 12th എൽഡറായിട്ടുള്ള ഉയുഹാനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ 12th എൽഡറായിട്ടുള്ള ഇയോൺ ചിയോണാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. 12th എൽഡർ ഗ്രീറ്റിംഗ്സ്, ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഒരു നിമിഷം വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഇപ്പോൾ തന്നെ മെസ്സേജ് പാസ് ചെയ്യാം. അല്ലാണ്ട് ഇവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവന്മാരുടെ മുഖം കണ്ട് ഇത് പ്രേതത്തിനെ പോലെ ഉണ്ടല്ലോ. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഒരു മാറ്റമില്ല. ഞാൻ കുട്ടിക്കാലത്ത് ഗ്രാൻഡ് ഫാദറായിട്ട് ഇവിടെ വന്നിരുന്നു. അന്നത്തെ പോലെ തന്നെ ശരിക്കും ക്രീപ്പി ആയിട്ട് തന്നെയുണ്ട്. ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പെട്ടെന്നാണ് ഒരാളവിടേക്ക് തുറന്നു വന്നത്. ഗുഡ് ഈവനിങ്, ഞാൻ ഇയോൺഞ്ഞു. ഞാൻ ഈ ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിലെ ഡയറക്ടറാണ്. ബ്രൈറ്റ് ആയുള്ള മേക്കപ്പ്, റെഡ് ലിപ്സ്റ്റിക്ക്, ഇത് ആണാണോ പെണ്ണാണെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. 12th എൽഡർ ഞങ്ങളെ കാണാൻ വന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പറഞ്ഞിട്ട് അവൻ നേരെ നമ്മുടെ ഹോങ്ങിൻ്റെ നേരെയാണ് പോയത്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇതാണ് ഞങ്ങളുടെ ലോഡ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഗ്രീറ്റിംഗ്സ് 12th എൽഡർ, ഞാൻ ഇയോൺ ചിയോൺ. ഞങ്ങളുടെ മാസ്റ്റർ താങ്കൾ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് അകത്ത് വന്ന് അവിടെ ഇരിക്കാവുന്നതാണ്. എന്നാൽ അകത്തേക്ക് കയറിയ അടുത്ത സെക്കൻഡ് തന്നെ ബാക്കിയുള്ളവരെ എല്ലാവരും അവർ തടഞ്ഞു. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു. ഞങ്ങളുടെ മാസ്റ്റർ താങ്കളെ ഒറ്റയ്ക്ക് കാണാനാണ് ആഗ്രഹിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അത് ഞാൻ കുറച്ച് ഷൈയാണ്. അതുകൊണ്ട് പുതിയ ഫേസ് കാണാൻ കുറച്ച് പാട്. അല്ല, അത് കുറച്ച് റൂഡല്ലേ? ഞങ്ങളുടെ ലോഡ് സേഫ് ആണല്ലോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലോഡ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യുകയല്ലോ ഉണ്ടാകുന്നത്. ഹാൻഡ്സമുമാണ്, ലോയലുമാണ്, അതെന്തായാലും കൊള്ളാം. പക്ഷേ ഞങ്ങളുടെ ചീഫ് കുറച്ച് പ്രശ്നക്കാരനാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുക, നിങ്ങളിൽ നിന്ന് ഒരാൾ എൻ്റെ കൂടെ വന്നോളൂ. ഒരാളെ മാത്രം എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരാളെയോ? എങ്കിൽ ഞാൻ വന്നോളാം ഞങ്ങളുടെ ലോണിലൂടെ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഗിയോണ് തൻ്റെ കൈ ഉയർത്തുന്നത്. അത് കൊള്ളാം, ബാ അകത്തേക്ക് വാ. പിന്നെ കാണിക്കുന്നത് അകത്തേക്ക് പോകുന്നതാണ്. അവിടെ കുറേയധികം കോലം ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖത്താകട്ടെ ഒരു മാസ്കും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ പുറത്തെ പോലെ തന്നെ അകത്തും അതേപോലെ തന്നെ ക്രീപ്പിയാണ്. ഈ സ്ഥലത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ അവരകത്തേക്ക് കയറിയിട്ടുണ്ട്. ചീഫ്, ഞങ്ങൾ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് കണ്ടപ്പോൾ ഇയോണും ഗിയും ഒരേപോലെ ഞെട്ടിത്തിരിച്ചുപോയി. കാര്യം വലത്തെ സൈഡിലും
ഇടത്തെ സൈഡിലും ഒരേപോലെയുള്ള ആൾക്കാരും മാത്രമാണ് ഇരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവിടെ 7 ഐഡന്റിക്കൽ ഫേസ് ഉള്ള 7 ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഫാൻറ്റം ഓഫ് ദി 1000 ഫേസിലെ മാസ്റ്റർ ഉയി ഹാവൻ എന്ന് പറയുന്നത് ശരിക്കും സ്കിൻ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ശരിക്കും ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഇത്രയും റിയലിസ്റ്റിക് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒറ്റ നോട്ടത്തിൽ 7 പേരും സെയിം തന്നെയാണ്. വെൽക്കം, ഞാൻ ഉയി ഹാവൻ, ചീഫ് ഓഫ് ദി ഫ്ലൈയിങ് ഫാൻറ്റം സെക്ട്. മൈലോട്ട്, അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ അങ്കിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാവരും ഇങ്ങനെ എന്തിനാണ് പെരുമാറുന്നത്? ഇതെന്നെ ടെസ്റ്റ് ചെയ്യുവാണോ? ഞാൻ നിയോൺ ഷിയോൺ, ഏറ്റവും പുതിയ 12th എൽഡർ. ഞാൻ അറിഞ്ഞിരുന്നു നിന്നെ പറ്റി. ആ ടൈമിലാണ് ഗിയു പറയുന്നത്. ഞാൻ ഗിയുമിൻ, ഡിമോണിക് ഡ്രാഗൺ പ്ലാംസെറ്റിലെയാണ്. അങ്കിൾ, താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. പെട്ടെന്നാണ് അവനൊന്ന് ഞെട്ടിയത്. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ പറഞ്ഞു, ശരിയാണ്, നിനക്ക് എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? നീ അക്കാഡമിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ബ്രദറിനെ കണ്ടിരുന്നു. നീ എന്തായാലും കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലേക്ക് എടുത്തില്ലേ? വളരെ നന്നായി. അപ്പോൾ താങ്കൾക്ക് ഓർമ്മയുണ്ട്? മൈലോട്ട്, അത് ഡെഫിനറ്റ്ലി എൽഡർ ഉയി ഹ്വാൻ തന്നെയാണ്. കാര്യം അദ്ദേഹത്തിന് മാത്രമേ ഈ ഒരു സ്കിൻ മാസ്കിന്റെ കാര്യം അറിയാവുള്ളൂ. എൽഡർ ഹ്വാൻ, ഞാൻ ഇവിടേക്ക് വന്നതിന്റെ കാര്യം താങ്കളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുകൊള്ളാം. അപ്പോൾ നീ ഡയറക്റ്റ്ലി കാര്യത്തിലേക്ക് വരുവാണല്ലേ? നിനക്കെന്റെ ജേഡ് മെഡലിയൻ വേണമായിരിക്കും. അതെ, അത് തന്നെ. നീ ഇപ്പോൾ ഓൾറെഡി ഗ്രാൻഡ് മാസ്റ്ററിന്റെ ടൂർണമെന്റ് ജയിച്ചിരിക്കുവാണ്. പക്ഷേ എങ്കിലും നിനക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നീ അക്കാഡമിയിൽ നിന്ന് പുറത്തു വന്നതല്ലേ? മൈനർ പ്രീസ്റ്റ്ഹുഡ് എന്ന പദവിയിലേക്ക് എത്താനായിട്ട് ആദ്യം തന്നെ 12 സെറ്റ്സിലെ 12 ചീഫിന്റെ പിന്തുണ ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ 3 എൽഡേഴ്സ് അക്നോളജ് ചെയ്താൽ മതി നിങ്ങൾ ഒരു മൈനർ പ്രീസ്റ്റ് ആയിട്ട്. അതിനുവേണ്ടി അവരുടെ ജെയ്ഡ് മെഡലിയൻസ് അവിടെ തരേണ്ടതാണ്. ഈ ജെയ്ഡ് മെഡലിയൻസ് എന്ന് പറയുന്നത് ഒരു എൽഡറിന്റെ ഐഡന്റിഫിക്കേഷനാണ്. അത് കൊടുക്കാൻ നേരത്ത് അവരെ അംഗീകരിക്കുന്നതും അതേപോലെ അവരുടെ ലോയൽറ്റിയാണ് കൊടുക്കുന്നത്. ഒരു മൈനർ പ്രീസ്റ്റിന്റെ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് എനിക്ക് താങ്കളോട് ഒരു പ്രൈവറ്റ് മീറ്റിംഗിന്റെ ആവശ്യമുണ്ട്. അത് കൊള്ളാം. എങ്കിൽ ഞാനും ഇനി നിന്നെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാത്രം കാണാം. അല്ല, മനസ്സിലായില്ല. നിനക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ ഒരു ജേഡ് മെഡലിയൻ തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ലോയാലിറ്റി നിനക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആർക്കും എൻ്റെ ലോയൽറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ അതിനു മുമ്പ് എനിക്ക് നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. നീ ശരിക്കും വേർത്തിയാണോ എന്ന് അറിയാനായിട്ട്. സത്യം പറഞ്ഞാൽ പതുക്കെ നമ്മൾ സംസാരിച്ചിട്ട് ഇവിടേക്ക് വരാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നീ എന്തായാലും നേരെ കാര്യത്തിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് 2 കാര്യത്തിൽ നിന്നെ ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒന്നാമത്തത് നിന്റെ ഒബ്സർവേഷൻ സ്കില്ലാണ്. നിനക്ക് പറയാൻ സാധിക്കുമോ ഇവിടെ ഇരിക്കുന്ന ആരാണ് യഥാർത്ഥ ഈ ഒരു സെറ്റിന്റെ ചീഫ് എന്ന്? അയ്യോ, അത് ശരിക്കും ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ. അവരുടെ മാസ്കും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ്ലി ക്രാഫ്റ്റഡ് ആണ്. അത് മാത്രമല്ല അവരുടെ മുഖത്തുള്ള ഓരോ ചുളുക്കുകളും ഷേപ്സും എല്ലാം തന്നെ സെയിം ആണ്. പിന്നെ അവരെങ്ങനെയാണ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന 7 പേരുടെയും എനർജി ഐഡന്റിക്കൽ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ ശരീരത്തിൽ നല്ല മാസ്ക് ഉണ്ടെന്ന് മാത്രമല്ല അവർക്ക് എല്ലാവർക്കും തന്നെ എൽഡറിനെ നന്നായി തന്നെ മിമിക്ക് ചെയ്യാനും പറ്റും. അത് അവരുടെ എബിലിറ്റി തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ റിയൽ ഏതാണ് ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ പാടുപെട്ട ഒരു കാര്യം തന്നെയാണ്. നീ ഇപ്പൊ തന്നെ പറയണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നമുക്ക് പതുക്കെ ചായക്കെ കുടിച്ചിട്ട് എന്നിട്ട് നീ പറഞ്ഞാൽ മതി. വേണ്ട, ഞാൻ കണ്ടെത്തി. എന്ത്? പെട്ടെന്നാണ് ഇയോൺ തിരിഞ്ഞ് സൈഡിലുള്ളവൻ നോക്കിയത്. അവനിടെ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. അല്ല, ഒരു മിനിറ്റ്, നീ പറയുന്നത് ഞാനാണെന്നാണോ? മൈലോഡ്, എനിക്ക് തോന്നുന്നത് അങ്കിൾ പറഞ്ഞത് ഈ 7 പേരുടെ അന്ന് കണ്ടുപിടിക്കാനായിട്ടല്ലേ? ഒരിക്കലുമല്ല. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ ആളെ കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നാണ്. ഈ 7 പേരിൻ്റെ അകന്നാണെന്ന് ഒരിക്കലും പറഞ്ഞില്ലായിരുന്നു. അതുകൊള്ളാം, നിനക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ നീ ഇവിടെ വേസ്റ്റ് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം എൻ്റെ റൂഡ്നെസ്സിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അവനെ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അടുത്ത സെക്കൻഡ് ഗിയോൻ ഞെട്ടിപ്പോയി. ഒരു വലിയൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്. പക്ഷേ പിന്നെ കാണുന്നത് ഇയോൻ്റെ അറ്റാക്ക് അവൻ കൈകൊണ്ട് തടഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ ദൈവമേ, അതെന്തായാലും നല്ലതല്ലല്ലോ. പക്ഷേ നീ എങ്ങനെയാണിത് കണ്ടെത്തിയത്? ഡിസ്റ്റന്റ് വിസ്പറിംഗ് ടെക്നിക്. ഡിസ്റ്റന്റ് വിസ്പറിങ്ങോ? ഞാനിവിടേക്ക് വന്നപ്പോൾ തന്നെ ഗിയോ എൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതേസമയം അദ്ദേഹം ഒന്നും ഞെട്ടിയുണ്ടായി. എന്നിട്ടാണ് തിരിച്ച് ഉത്തരം പറഞ്ഞത്. ആ ഒരു സെക്കൻഡ് അവിടെ ഒരു പോസ് അനുഭവപ്പെട്ടു. എന്നാൽ ഗിയോനോട് പറഞ്ഞു മുമ്പിൽ നിൽക്കുന്നതാണ് യഥാർത്ഥ ആളെന്ന്. എന്നാൽ ആ ഒരു സമയത്ത് അവൾ യൂസ് ചെയ്ത് ഒരു ഡിസ്റ്റൻ്റ് ഉള്ള വിസ്പറിംഗ് ടെക്നിക്കാണ്. ആ ഒരു ടൈമിൽ അവളുടെ വോക്കൽ കോഡ്സ് നന്നായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള യഥാർത്ഥ ലീഡറും അതേ ഡിസ്റ്റന്റ് വിസ്പറിംഗ് ടെക്നിക്ക് എനിക്ക് യൂസ് ചെയ്യുന്ന ഉറപ്പായിരുന്നു. പക്ഷേ ഒറ്റയടിക്ക് അതെനിക്ക് പറയാൻ സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ ഹോവിന് മാത്രം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഞാൻ അവിടെ ചോദിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ ഒരു സമയം അവിടെ ഉണ്ടെന്ന ഒരാളുടെ പോലും വോക്കൽസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചില്ല. അതേപോലെ ഞാനും എൻ്റെ സഹായം കൂടെ ഉള്ള കാരണം തന്നെ ഞാൻ അടുത്തതിന് വേണ്ടി കാത്തിരുന്നു. അടുത്ത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അറിയാനായിട്ട്. ആ ഒരു ടൈമിലാണ് എൻ്റെ മുമ്പിൽ നിന്നല്ല പിറകിൽ നിന്നാണ് ആ ഒരു സൗണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതൊന്നും ഇവിടെ റിവീൽ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഈ എപ്പോഴൊക്കെ താങ്കളെ ഗ്രീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞോ ആ ഒരു സമയത്തല്ല ഒരു പോസ് ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ താങ്കളുടെ ഫേക്ക് ഉള്ള ഡിസ്റ്റന്റ് വിസ്പറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അർത്ഥം. പക്ഷേ എൻ്റെ മുമ്പിലുള്ള 7 പേരും അവരുടെ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അതിനർത്ഥം അവർക്കാണ് മെസ്സേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അവർ മെസ്സേജ് പാസ് ആകുന്നതിന് മുമ്പ് തന്നെ. അതിനോടൊപ്പം തന്നെ ഗിയു ഞാനും അല്ലാതെ ഈ റൂമിൽ മറ്റൊരാളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താങ്കളായിരുന്നു. അതെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ മനഃപൂർവ്വമാണ് ഗിയുവിനകത്തേക്ക് കടത്തിയത്. പക്ഷേ അത് എനിക്ക് തന്നെ ഒരു പാരയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഫോർമലി ഞാൻ നിന്നെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് ഉയി ഹ്വാൻ,
ചീഫ് ഓഫ് ദി ഫ്ലൈയിങ് ഫാൻഡം സെക്ട് ആൻഡ് ഞാൻ ഇയോൺ ചിയോൺ. നീ എന്തായാലും ആദ്യത്തെ ടെസ്റ്റ് പെട്ടെന്ന് തന്നെ പാസ്സായിരിക്കുന്നു. അപ്പം ഇനി എങ്ങനെ സെക്കൻഡ് ടെസ്റ്റിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആ നേരെ ബാക്കിലേക്ക് ചാടി. അതുമാത്രമല്ല അവനൊരു കാര്യം ഉറപ്പായിരുന്നു, അത് ശരിക്കും ഓവർവെൽമിംഗ് ഉള്ള ഒരു അറ്റാക്കാണെന്നു. അടുത്ത സെക്കൻഡ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇയോണട്ടെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അതെല്ലാം ഒന്ന് പെർഫെക്റ്റ്ലി ബ്ലോക്ക് ചെയ്യാനായിട്ട്. ആ ടൈമിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കിക്ക് വരെയും അവനത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ തീർച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും. മൈലോഡ് ആ ടൈമിൽ അവൻ നേരെ താഴ്ത്തൊന്ന് വീഴുന്നുണ്ട്. നമ്മുടെ ചെറിയൊരു ബാറ്റിൽ കാരണം എൻ്റെ ഗസ്റ്റ് ഹൗസിന് എനിക്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നിന്നെ പുറത്തേക്ക് അയച്ചത്. ഞാൻ ആ കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോം കണ്ടിട്ടുണ്ട്. അത് സ്ലാഷ് ഓഫ് ഫാൻഡം ഷാഡോ ആണ്. അത് 5th ഫ്ലോറിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹം യൂസ് ചെയ്യുന്ന കുറച്ച് റിഫൈൻ ഉള്ള പോർഷനാണ്. ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് കുറേയധികം വീക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നീ പോയിസൺ സെക്ടിന്റെ ചീഫിനെ ഡിഫീറ്റ് ചെയ്തപ്പോൾ എനിക്ക് നിന്റെ ഭാഗത്ത് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാര്യം ആ കിളവനായിട്ട് എനിക്കൊന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് മാത്രം. നീ എന്തായാലും സ്യൂട്ടബിൾ അല്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെനിക്ക് പറ്റുന്നതായിരിക്കുമല്ലോ. അത് മാത്രമല്ല സാർസിയോപ്പം നിനക്ക് പഠിപ്പിച്ചിരുന്ന ആ ഒരു സേബർ ടെക്നിക് നീ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തെന്നു ഞാൻ കേട്ടിരുന്നു. അതെന്തായാലും പെർഫെക്റ്റ് ആണ്. കാര്യം ഞാനും ഒരു സേബർ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് സേബർ ഓഫ് ദി ഫ്ലൈയിങ് ഫാൻഡം ആണ്. അടുത്ത സെക്കൻഡ് തന്നെ ഇയോണും അവൻ്റെ സേബർ പുറത്തേക്ക് എടുത്തു. നിന്റെ കയ്യിലുള്ള സേബർ എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട്. ഇതെന്തായാലും ഒരു സ്പെക്ടാക്കുലറുള്ള ഫൈറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പാ നീ എങ്ങനെയാണ് ആ കിളവനെ ഡിഫീറ്റ് ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അവൻ നേരെ അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. ഈ സമയത്ത് ഇയോണ് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആയിരുന്നു. അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ശബ്ദം പുറത്തുള്ള ബേഗ് ജി ബാക്കിയുള്ളവർ കേൾക്കേ അടുത്ത സെക്കൻഡ് തന്നെ ബേഗ് ജി അകത്തേക്ക് ഓടി. ഈ ടൈമിൽ ബാക്കിയുള്ളവർ അവനെ തടയാനായിട്ട് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് 2 കിക്ക് ചെയ്ത് അവരുടെ ബോധം കെടുത്തിട്ട് ബേഗ് ജി കഥകം തുറന്ന് അകത്തേക്ക് ഓടി. അല്ലടാ നമുക്ക് അകത്തേക്ക് ഇങ്ങനെ പോകാൻ സാധിക്കുമോ? നമ്മുടെ ലോഡിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും വലുതെന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന സ്ലാഷസ് ആണ്. അവരുടെ അറ്റാക്സ് രണ്ടും നിസ്സാരമല്ലായിരുന്നു. ഇവൻ 20 വയസ്സുള്ളൂ, പക്ഷേ ഇവൻ ഇത്രയധികം പവർഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രം ആ ബേക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. നിനക്ക് എൻ്റെ ജേഡ് മെഡലും വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം കാണിച്ചാൽ പോരാ കേട്ടോ. ശരിയാണ്, എൽറഹോനെ ഈ ഒരു ഡാൻസിങ് ബൾഫ് ടെക്നിക്ക് കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അവനൊരു അറ്റാക്ക് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് മാറി. അവൻ്റെ ഇനിഷ്യൽ ഫോം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യമല്ല ചെയ്യാൻ പോകുന്നത്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് യൂസ് ചെയ്യുന്ന നേരത്ത് എൻ്റെ സ്ട്രെങ്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്ത്? അടുത്ത സെക്കൻഡ് തന്നെ ഈയനവിടേക്ക് ചാടിച്ചുണ്ട്. എന്നിട്ട് നേരെ മുകളിലേക്ക് വരി. ഈ ടൈമിൽ തന്നെ ഹോൺ പറയുകയും ചെയ്യും, സോ ബേക്കിനെ ഡിഫീറ്റ് ചെയ്ത ആ ഒരു ടെക്നിക്ക് ഇതാണോ? അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് അവൻ്റെ ഏറ്റവും പവർഫുൾ ആ സേവർ അറ്റാക്ക് യൂസ് ചെയ്ത് ഇവനെ കൗണ്ടർ ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ ആ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊട്ടും നിസ്സാരമല്ലായിരുന്നു. നമ്മുടെ ഇയോൻ്റെ ഓരോ അറ്റാക്കിൻ്റെ പുറകിലും അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവൻ്റെ മൂന്നാമത്തെ അറ്റാക്കിൽ ഫാമിൻ്റെ കയ്യിലുണ്ടെന്ന ആ ഒരു സേബർ തെറിച്ചു പോവുകയും അവൻ്റെ കൈ തന്നെ മുറിയുകയും ചെയ്തു. ഈ ടൈമിൽ അവൻ നോക്കുന്നത് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇയോൻ അത്രത്തോളം ഭയങ്കരമായിരുന്നു. അവൻ പേടിച്ച് കണ്ണ് വരെ അടച്ചു കളഞ്ഞു. വേണ്ടെന്ന് പറയുന്നത് ഒരു വലിയൊരു എക്സ്പ്ലോഷനും കേട്ടുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇത് നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്കും 1.2K ലൈക്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.